ഇപ്പം അടുത്ത് വയനാട്ടിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മരണങ്ങൾ ഈ വർക്കൗട്ടിന്റെ സമയത്ത് വരുന്നത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആളുകൾ അതിനുശേഷം പിന്നെ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞാൽ കണ്ടില്ല. ആള് മരിച്ചു, അതിനു മുമ്പും പലരും മരിക്കുന്നുണ്ട്, ഫിറ്റ്നസ് സെൻ്ററുകളിൽ പലരും മരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരുന്ന ലൈഫ് ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വരുന്ന ആളുടെ ഇൻബോഡി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഇവിടെ. ഇൻബോഡി ചെക്ക് ചെയ്യുക, FMS എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരാളുടെ പ്രായം, രോഗം, ഭാരം ഇത് അറിഞ്ഞതിന് ശേഷമാണ് അവൻ എന്ത് വർക്കൗട്ട് വേണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഫിറ്റ്നസ് സെൻ്ററുകളിലൊരു കുഴപ്പമെന്ന് പറയുന്നത്, ഞാനൊക്കെ പഠിച്ചു വന്ന കാലത്ത് അങ്ങനെയായിരുന്നു ശരിക്കും. വരുമ്പോൾ നമ്മളെ കുറച്ച് നേരം ത്രെഡ്മില്ലൊക്കെ ഇപ്പോൾ വന്നതല്ല, അന്ന് ത്രെഡ്മില്ലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ ചെയ്യുന്നത്, നേരെ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് എന്താണെന്നോ ഇവൻ്റെ പൾസ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ നേരെ ഇവൻ ഉറങ്ങിയിരുന്നോ, ഉറക്കച്ചടവുണ്ടോ, ഇവന് റെസ്റ്റ് ഉണ്ടായിരുന്നോ, ഇവൻ എങ്ങനെയായിരുന്നു, പിന്നെ ഇവൻ്റെ ജീവിതശൈലി എന്തായിരുന്നു, ഇതൊന്നും അറിയാതെ നേരെ ത്രെഡ്മില്ലിൽ അങ്ങ് കാണിച്ചു കൊടുക്കും. ഒരു 20 മിനിറ്റ് നടന്നോളാൻ പറയും. ഇവൻ നടന്നോളാൻ പറഞ്ഞിട്ട് ട്രെയിനർ അങ്ങ് പോവും, ഇയാൾ താഴെ വീഴും. 3-ാമത്തെ മിനിറ്റിൽ ഇയാൾ താഴെ വീഴും, മരിക്കും. അപ്പം ഈ വർക്കൗട്ടുകൾ കൊടുക്കുന്നതിൻ്റെ ഒരു വിഷയമുണ്ട്. ആദ്യം ഈ വരുന്ന ആളുടെ ക്യാരക്ടർ ഒന്ന് പഠിക്കണം, നമ്മളവരെ സംസാരിക്കണം, എന്തായിരുന്നു ഇയാളെന്നുള്ളത്. അപ്പോൾ എല്ലാ സെൻറ്ററുകളും ശ്രദ്ധിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിലെ മരണം എന്ന് പറയുന്നത്. ആളുകളെ സെൻറ്ററുകളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കാതിരിക്കും. പക്ഷെ അത് ഞാൻ പറയുന്നത് അത് വളരെ കെയർ ആയിട്ട് ചെയ്യണം. പിന്നെ അയാളുടെ മനുഷ്യനാണ്, മരിച്ചു പോകും. എപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിലപ്പോൾ സംഭവിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മൾ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്.